നിറവിലേക്ക് സ്വാഗതം. ലോകത്തിൽ വിശുദ്ധ കുർബാനയില്ലാതെ കഴിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. വിശുദ്ധ തെക്ലയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ജോൺ ബെൻ ആലപിക്കുന്ന എൻ പാപ വഴിയോർത്ത് എന്ന ഗാനമാണ് ആദ്യം. വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. കർത്താവേ, ഞാൻ അശുദ്ധനാണേ, അശുദ്ധരാം മനുഷ്യർക്കിടയിലാണേ വിറയാർന്നു നിൽക്കുന്നു ഞാൻ. എൻ്റെ പിഴയേറ്റു ചൊല്ലിടുവാൻ നുറുങ്ങിയ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ, ഒന്നു നോക്കാതെ പോകരുതേ. എൻ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. എന്നിൽ നന്മ വസിക്കുന്നില്ല നാഥ, ഒരു നന്മയും ചെയ്യാനാവുന്നില്ല. എന്നിൽ നന്മ വസിക്കുന്നില്ല നാഥ, ഒരു നന്മയും ചെയ്യാനാവുന്നില്ല. പഴയൊരു പാപങ്ങൾ ചെയ്തു വീണ്ടും ഞാനും പിഴയാളിയായി തീർന്നു നാഥ. എന്നെ നോക്കാതെ പോകരുതേ, എൻ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. പിറവി തൊട്ടെന്നിൽ പിറവി കൊണ്ട് പാപപ്പിഴകളിൽ പതറുന്നു എൻ ജീവിതം. പിറവി തൊട്ടെന്നിൽ പിറവി കൊണ്ട് പാപപ്പിഴകളിൽ പതറുന്നു എൻ ജീവിതം. മഴ പോലെ കാരുണ്യം തൂകിയില്ലേ പ്രാണൻ, അഴുകിയെന്നാത്മാവു നശിച്ചു പോകും. എന്നെ നോക്കാതെ പോകരുതേ, എൻ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. കർത്താവേ, ഞാൻ അശുദ്ധനാണേ, അശുദ്ധരാം മനുഷ്യർക്കിടയിലാണേ വിറയാർന്നു നിൽക്കുന്നു ഞാൻ. എൻ്റെ പിഴയേറ്റു ചൊല്ലിടുവാൻ നുറുങ്ങിയ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ,
ഒന്നു നോക്കാതെ പോകരുതേ. എൻ പാപവഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. വിനയമില്ലാത്ത ശിരസ്സുകളെ പറ്റിയാണ് മെർലിൻ ടീച്ചർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. യഹോവ ശാലോം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഈ ദിവസത്തിൽ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മനുഷ്യരായതുകൊണ്ട് നമ്മളെല്ലാവരും വലിയവരാകണം എന്ന് പറയാൻ സാധിക്കുകയില്ല. മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും വലിയവരാകുന്നത്. പലയിടത്തും തല കുനിക്കാതെ ഇരിക്കുന്നതാണ് ജീവിതത്തിലെ വിജയം. എൻ്റെ തല അവിടെ അങ്ങ് കുനിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തല ഒരിക്കലും കുനിച്ചു പിടിക്കില്ല എന്ന് വാശി പിടിക്കുന്ന നമ്മൾ എപ്പോഴും കാണേണ്ടതുണ്ടല്ലോ. ഓശാനയിൽ എന്നും തല കുനിക്കുവാനായി വിധിക്കപ്പെട്ട കഴുതയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. എന്നാൽ തല ഉയർത്തി യുദ്ധത്തിൻ്റെ മുന്നിലേക്ക് പട നയിച്ച് മുന്നോട്ട് പോകുന്ന കുതിരകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും തല താത്തി നിൽക്കുന്ന ഒരു കഴുതയല്ലേ കർത്താവ് വാഹനമാക്കുവാൻ ആഗ്രഹിച്ചത്? അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും തല താണു പോയാലും എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം? കഥയിലേക്ക് പോകാല്ലേ. ഒരിക്കൽ ഒരു രാജാവിൻ്റെ സദസ്സിൽ പണ്ഡിതനായ ഒരാൾ കയറി വരുന്നത് കണ്ട് രാജാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പണ്ഡിതൻ്റെ മുൻപിൽ തലകളെ വണങ്ങുന്ന രാജാവ് പണ്ഡിതനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പണ്ഡിതന് സമ്മാന പൊതികളൊക്കെ കൊടുത്തുവിട്ടു. അദ്ദേഹം യാത്രയായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മന്ത്രി രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അവിടുന്ന് ഈ വലിയ രാജ്യത്തിൻ്റെ രാജാവാണ്. ആരു തന്നെ കയറി വന്നാലും എഴുന്നേൽറ്റ് നിൽക്കുകയോ തല കുനിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. ഇത് കേട്ട് രാജാവ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം രാജാവ് പിറ്റേ ദിവസം രാവിലെ മന്ത്രിയെ രാജസഭയിലേക്ക് വിളിച്ചു. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, ഇതാ ഒരു മനുഷ്യൻ്റെ തല, ഇതാ ഒരു മൃഗത്തിൻ്റെ തല, ഇതാ ഒരു പക്ഷിയുടെ തല. ഇത് മൂന്നും ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക. മന്ത്രി നോക്കിയപ്പോൾ ഇതാ ഒരു മനുഷ്യൻ്റെ തല, ഒരു ആടിൻ്റെ തല, ഒരു പക്ഷിയുടെ തല. എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ രാജാവിനോട് എന്താണ് എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മന്ത്രി ഇതും എടുത്തുകൊണ്ട് ചന്തയിലേക്ക് പോയി. ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവാനായി വെച്ചു. എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആദ്യം ആടിൻ്റെ തല വിറ്റുപോയി, പിന്നെ ആ പക്ഷിയുടെ തലയും വിറ്റുപോയി. എന്നാൽ മനുഷ്യൻ്റെ തല മാത്രം ആരും വാങ്ങിയില്ല. മന്ത്രി തിരികെ രാജാവിൻ്റെ അടുക്ക് ഭയത്തോടെ വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, മനുഷ്യൻ്റെ തല മാത്രം ആരും വാങ്ങിയില്ല. മന്ത്രിയോട് രാജാവ് പറഞ്ഞു, പിറ്റേ ദിവസം വീണ്ടും വരിക. വീണ്ടും വന്നപ്പോൾ ഇത് തന്നെ അവിടെ ആവർത്തിച്ചു. മനുഷ്യൻ്റെ തല, ആടിൻ്റെ തല, പക്ഷിയുടെ തല ഇവ ചന്തയിൽ കൊണ്ട് വിൽക്കുക. മന്ത്രിക്ക് വല്ലാതെ സങ്കടമായി. എന്നാലും രാജാവിനോട് എതിർത്ത് പറയാതെ മന്ത്രി ഇത് മൂന്നുമായി ചന്തയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ആടിൻ്റെ തല ആദ്യം വിറ്റുപോയി, അത് കഴിഞ്ഞ് പക്ഷിയുടെ തല വിറ്റുപോയി, പിന്നീട് ഈ മനുഷ്യൻ്റെ തലയുമായി തിരികെ വരേണ്ടി വരികയും ചെയ്തു. വലിയ സങ്കടത്തോടെ മന്ത്രി രാജാവിനോട് പറഞ്ഞു, രാജാവേ, അടിയൻ്റെ തെറ്റെന്തെന്ന് അടിയന് മനസ്സിലായില്ല. എന്നാൽ അവിടുന്ന് അടിയന് ബോധിപ്പിച്ചു തരാമോ എന്താണ് തെറ്റ് എന്ന്? രാജാവ് പറഞ്ഞു, അല്ലയോ മന്ത്രി, അവിടുന്ന് ഈ രാജ്യത്തിൻ്റെ മന്ത്രിയൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ തല ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പ്രയോജനമുള്ളൂ. എന്നാൽ മൃഗങ്ങളുടെ പോലും തല അവയ്ക്ക് ജീവനില്ലെങ്കിലും വാങ്ങുവാനായി ആളുകളുണ്ട്. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, കുനിയാത്ത ശിരസ്സുകൾ, വിനയമില്ലാത്ത ശിരസ്സുകൾ ഈ മൃതശരീരങ്ങൾ പോലെയാണ്, യാതൊരു പ്രയോജനവുമില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും കുനിയേണ്ടി വരുമ്പോൾ, ജീവിതത്തിൽ പലപ്പോഴും താന്നു കൊടുക്കേണ്ടി വരുമ്പോൾ,
ജീവിതത്തിൽ പലപ്പോഴും വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ താണുപോയി, ഞാൻ കുറഞ്ഞുപോയി എന്ന് ചിന്തിക്കരുത്. സ്വർഗം തന്നെ കുനിഞ്ഞ് താഴേക്ക് ഇറങ്ങിയതല്ലേ ദൈവത്തിൻ്റെ പുത്രൻ. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം പന്തിയിലിരുന്ന പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന മാലാഖമാർ 10,000 സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ തന്നെ താണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലേ? പരിശുദ്ധ കുർബാന അപ്പമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കർത്താവ് താണിറങ്ങി വരുന്നില്ലേ? പിന്നെ എന്താ ലോകത്തിൽ നമുക്കൊന്ന് വിട്ടുകൊടുത്താൽ? നമുക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവ് ഭൂമിയിൽ അങ്ങനെ ജനിച്ചത്. മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. 2, എവിടെയാണ് കർത്താവ് ജനിച്ചത്? നസ്രത്തിലെ ഒരു സാധാരണ കാലിക്കൂട്ടിലാണ് ജനിച്ചത്. ആരുടെ കയ്യിലാണ് ദൈവം യേശു കുഞ്ഞിനെ ഏൽപ്പിച്ചത്? വിനയവും താഴ്മയുമുള്ള മറിയാമിൻ്റെയും യൗസേപ്പിൻ്റെയും കയ്യിലാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം കുറഞ്ഞത് മറിയാമിനെ പോലെയുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണമെന്നാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്, യൗസേപ്പിനെ കൊണ്ടുവരാനുണ്ടോ? യൗസേപ്പിനെ കൊണ്ടുകൊടുത്താൽ മറിയാമിനെ പോലെയുള്ള പെൺകുട്ടിയെയും നമുക്ക് ജീവിതത്തിൽ ലഭിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നാം മനസ്സിലാക്കേണ്ട കാതലായ വളർച്ചയുടെ ഭാഗം. എന്തുകൊണ്ടെന്നാൽ അന്ന് അന്തഃപുരത്തിൽ രാജ്ഞിമാർ മശിഹായെ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്ന കാലത്ത് കേവലം ഒരു ബാലികയുടെ ഉദരത്തിലേക്കാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഉരുവാക്കിയത്. എന്തായിരുന്നു കാരണം? ദൂതൻ മറിയാമിൻ്റെ അരിക്കൽ വന്നിട്ട്, മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ്റെ മുൻപിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തിയ ആ ഒരു പെൺകുട്ടിയുടെ വിനയവും താഴ്മയുമാണ് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടത്. ഇതേ ദൂതൻ യൗസേപ്പിൻ്റെ അരിക്കലേക്ക് ചെന്ന് യൗസേപ്പിനോട് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ തയ്യാർ എന്ന് പറഞ്ഞ് യൗസേപ്പ് തയ്യാറായപ്പോഴാണ് യേശു എന്ന ദൈവത്തിൻ്റെ പുത്രന് പിതാവാകാൻ യൗസേപ്പിനെ ദൈവം തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ ചിലപ്പോഴൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ, ചിലപ്പോഴൊക്കെ ഒന്ന് വിനയപ്പെടാൻ, ഒന്ന് താന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രകൃതിയിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കിക്കേ. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം താന്നുകൊടുക്കാൻ, വിട്ടുകൊടുക്കുവാൻ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലേ, നമ്മളൊക്കെ കൃഷി ചെയ്യുന്നവരാണ്. കൃഷി ചെയ്യുന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്താ? മണ്ണ് കട്ട പിടിച്ച് കിടക്കുന്ന മണ്ണിൽ ആരും തന്നെ കൃഷി ചെയ്യാറില്ല. പിന്നെയോ ഉടച്ചെടുക്കുന്ന മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മണ്ണ് തന്നെ ഉടയ്ക്കുവാൻ വിട്ടുകൊടുക്കുമ്പോഴാണ് ഒരു വിത്തിടാൻ ആ മണ്ണ് പാകമാകുന്നത്. വീണ്ടും നമ്മൾ നോക്കിയേ, ആകാശത്തിലേക്ക് നോക്കുക. ആകാശത്തിൽ കാർമേഘങ്ങൾ തങ്ങളെ തന്നെ ഒന്ന് മുറിയുവാൻ ഏൽപ്പിക്കുമ്പോഴല്ലേ അത് മഴയായിട്ട് ഭൂമിയിലേക്ക് പൊഴിതൊഴിയുന്നത്. വീണ്ടും മണ്ണിൽ വീണ വിത്ത് മണ്ണിൽ കിടന്ന് ഒന്ന് അഴുകുമ്പോഴല്ലേ ജീവനുള്ള പുതിയ നാമ്പുകൾ അതിലുണ്ടാകുന്നത്. ഞാൻ അഴുകുകയില്ല എന്ന് ഒരു വിത്ത് വാശി പിടിച്ചാൽ എങ്ങനെ അനേക ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും? മണ്ണിൽ കിടന്ന് വിത്ത് അഴുകുന്നത് പോലെ കർത്താവ് പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അഴുകുന്നെങ്കിലോ അത് വളരെ വിളവുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില കാര്യങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പനാണ് ഞാൻ വിട്ടുതരില്ല. അമ്മയാണ് ഞാൻ വിട്ടുതരില്ല. മക്കളാണ് ഞങ്ങൾ വിട്ടുതരില്ല എന്നൊരു പ്രതിഭാസവും എന്നൊരു അഹങ്കാര മനസ്സും നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ നമ്മുടെ തല കുനിയുന്നില്ല. എന്നാൽ അവിടെ യൗസേപ്പ് പിതാവ് ഗർഭിണിയായ മറിയാമിനെയും കൊണ്ട് ശുശ്രൂഷ മനോഭാവത്തോടുകൂടി യാത്ര ചെയ്തതുപോലെ കുടുംബങ്ങളിൽ അപ്പന്മാർക്ക് ശുശ്രൂഷ മനോഭാവം ഉണ്ടാകണം. പരിശുദ്ധ അമ്മയാകട്ടെ, നിന്റെ അപ്പനോ ഞാനും നന്നേ നിന്നെ കാണാതെ വിഷമിച്ചു എന്ന് പറയുമ്പോൾ അപ്പനെ ബഹുമാനിച്ച് അപ്പന് മുൻപിൽ താന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു അമ്മയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതെവിടെയാണ് ആവർത്തിക്കപ്പെടുന്നത്? യേശു തമ്പുരാൻ തൻ്റെ ക്രൂശുമരണത്തിന് മുൻപ് പന്തിയിൽ ആഹാരം കഴിച്ച് പെസഹ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തൻ്റെ അരയിൽ കച്ച കെട്ടി കുനിഞ്ഞ് ശിഷ്യന്മാരുടെ കാലോളം താന്നിട്ട് ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാണെന്ന്. വിനയവും താഴ്മയും നമ്മുടെ മക്കൾ നമ്മുടെ ഭവനത്തിൽ വെച്ചാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കണമെങ്കിൽ വിനയവും
താഴ്മയുമുള്ള മാതാപിതാക്കൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഭവനത്തിൽ താഴ്മയും വിനയവും സൗമ്യതയുമുള്ള മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ അപ്രകാരമുള്ള മക്കളെ ദൈവം ആ ഭവനത്തിൽ ജനിപ്പിക്കുകയും അപ്രകാരം ഉള്ള മക്കൾ വളർന്നു വരികയും ചെയ്യും. നമുക്കെല്ലാം ഇഷ്ടം യേശുവിനെ പോലെയുള്ള മക്കളെയാണ്. നമുക്കെല്ലാം ഇഷ്ടം യോഹന്നാനെ പോലെ കൃപയുള്ള മക്കളെയാണ്. നമുക്കെല്ലാം ശമൂവേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന മക്കളെയാണ് ഇഷ്ടം. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയും പ്രവർത്തനവും ചേർന്ന് പോകണമെങ്കിൽ ജീവിതത്തിൽ വിനയം അഭിനയമാകരുത്, വിനയം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മറിയാമിനെ പോലെയും യൗസേപ്പ് പിതാവിനെ പോലെയും വിനയമുള്ള കുടുംബജീവിതവും ശുശ്രൂഷ മനോഭാവമുള്ള കുടുംബജീവിതവും നമ്മളുടെ ഓരോരുത്തർക്കും ദൈവം നൽകിയ നമ്മുടെ കുടുംബജീവിതം അപ്രകാരമാകുമ്പോൾ മാത്രമാണ് ശുശ്രൂഷ മനോഭാവമുള്ള, യേശുവിനെ പോലെ താഴ്മയുള്ള, വിനയമുള്ള, പാവപ്പെട്ടവൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനോഭാവം നമ്മളുടെ മക്കൾക്കും ഉണ്ടാകുന്നത്. രാജാവിൻ്റെ കഥയിൽ രാജാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, തല കുനിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മൃതശരീരം പോലെയാണ് നമ്മൾ. പലപ്പോഴും ഒന്ന് വിട്ടുകൊടുത്തു നോക്ക്, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരും. പലപ്പോഴും ഒന്ന് മാറി നിന്ന് കൊടുത്തു നോക്ക്, വീട്ടിലെ പ്രശ്നങ്ങൾ തീരും. പലപ്പോഴും ഒന്ന് കൈ അയച്ച് നോക്ക്, മാറി നിന്ന് കൈ അയച്ച് ദൈവത്തെ സ്നേഹിച്ച് വിനയപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളും യേശുകുഞ്ഞിനെ പോലെ, യേശുകുഞ്ഞ് നസ്രത്തിൽ വളർന്നതുപോലെ നമ്മുടെ മക്കളും വളർന്നു വരും. അങ്ങനെ നമ്മുടെ ഭവനത്തിൽ വിട്ടുകൊടുക്കുവാനും വിനയപ്പെടുവാനും സൗമ്യഭാവത്തോടുകൂടി ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ഈ ലോകത്തിൽ വിശപ്പിന്റെ രുചി അറിഞ്ഞവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. നിഷ ചേച്ചി നല്ലൊരു വീഡിയോയുമായി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. പണ്ട് ഏറെ രുചിയോടെ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ കഴിക്കുമ്പോൾ അത്ര രുചി പോരാ എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ടോ? ഒരു ചിത്രം നമുക്ക് കണ്ടു നോക്കാം. ഓ ബോയ് ഇതറാവോ. എന്താ കഴിക്കല്ലേ? പൊറാട്ടയുണ്ട്, പിന്നെ അയില ഉണ്ട്. ഒരു അയില, ഓരോ പൊറോട്ട മതി അല്ലേ? ഓരോ പൊറോട്ടയും ഒരു അയില തരും. ശരി സാർ. എന്തൊരു ചൂടാലടാ. ആ കൊണ്ടുപോകണം. കുഴപ്പമില്ലല്ലേ? കുറച്ചാറ് കുടിച്ചോ. എന്തേ പഴയ രുചിയൊന്നും ഭക്ഷണത്തിന് ഇപ്പൊ ഇല്ലടോ. நல்ல சாப்பாடு. ബൈ ബൈ ബൈ. ഒരു മിനിറ്റ്. കുഴപ്പമില്ല. എന്ത് കഷ്ടമാണ്. വാ ഇങ്ങോട്ട് വാ. ഇവിടെ സാർ കയറി. ബൈ. എന്താ വേണം സാർ? ഇവിടെ ഒരു പൊറോട്ടയും ഒരു മീൻ കറി. ഉണ്ടാക്കണ്ട. കഴിക്കടാ. കഴിക്ക്. ഇതാ എടുത്തിട്ട് കഴിക്ക്. കഴിച്ചോടോ. കറി കൂട്ടിക്കോ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. മനസ്സിലായില്ല? ഭക്ഷണത്തിന്റെ രുചിയല്ല മാറിയത്, നീയാ മാറിയത്. ഭക്ഷണത്തിന് മാത്രമല്ല, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരിക്കൽ നമുക്കേറെ സന്തോഷം തന്നിരുന്ന പലതിനും ഇന്ന് രുചി നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നാം. ഒരിക്കൽ ഏറെ ആനന്ദം തന്നിരുന്ന പലതും ഇന്ന് നമുക്ക് നിറമില്ലാത്തതായോ വിരസമായോ ഒക്കെ തോന്നാം. മുതിർന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളാണ്
കൂടുതൽ സന്തോഷമുള്ളവരായി കാണപ്പെടുന്നത്. അതിന് കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുവാനുള്ള അവരുടെ കഴിവാണ്. നമ്മളും അതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു സന്ദർശകൻ, ഒരു കുഞ്ഞു സമ്മാനം, അതൊരു മിഠായിയുമാകാം, രാവിലെ വിരിയുന്ന ഒരു കൊച്ചു പൂവ്, അതിൽ വിരുന്നെത്തുന്ന ഒരു പൂമ്പാറ്റ, ഒരു ആലിംഗനം, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു നമ്മുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കാൻ. എന്നാൽ മുൻപോട്ട് പോകുന്തോറും നമ്മുടെ ആവശ്യകതകളും മാറും തോറും, നമ്മുടെ സ്വാർത്ഥതകൾ കൂടുന്തോറും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മുടെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ജീവിതത്തിൻ്റെ മറ്റ് പല മേഖലകളിലും നമുക്ക് ഇത് തന്നെ കാണാൻ കഴിയും. സുപരിചിതത്വം കൊണ്ട് മെല്ലെ മെല്ലെ അപരിചിതരായി മാറുന്ന വ്യക്തികൾ. ദമ്പതികൾക്കിടയിൽ നോക്കിയാൽ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ പരസ്പരം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഗുണങ്ങളും പ്രത്യേകതകളുമൊക്കെ വർഷങ്ങൾ കഴിയുമ്പോഴും അവരിൽ നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ അതിനെ പഴയതുപോലെ അഡ്മയർ ചെയ്യുകയോ വിലമതിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് പഴയ സന്തോഷം അതൊന്നും തരാത്ത അവസ്ഥ, മെല്ലെ മെല്ലെ അപരിചിതരായി മാറുന്ന അവസ്ഥ, ഇത് ജീവിതത്തിൻ്റെ മിക്ക മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ ജീവിതത്തിൽ സൗഭാഗ്യം എന്ന് കരുതിയ പല കാര്യങ്ങൾക്കും പല വ്യക്തികൾക്കും ഇന്ന് വിലയില്ല എന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പഴയ സന്തോഷം തരാൻ അവയ്ക്ക് കഴിയുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്, ആ സാഹചര്യങ്ങളോ ആ വ്യക്തികളോ ഒക്കെ മാറിയതുകൊണ്ടാണോ, അതോ നമ്മുടെ ആവശ്യകതകളും മാറിയതുകൊണ്ടാണോ, നമുക്ക് ആവശ്യങ്ങൾ ഇല്ലാതായതുകൊണ്ടാണോ? ഒരു വിചിന്തനത്തിനും വിലയിരുത്തലിനും ഈ വീഡിയോ നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ തെക്ലയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ വിശുദ്ധ കുർബാനയില്ലാതെ കഴിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപവഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. കർത്താവേ, ഞാൻ അശുദ്ധനാണേ, അശുദ്ധരാം മനുഷ്യർക്കിടയിലാണേ വിറയാർന്നു നിൽക്കുന്നു ഞാൻ. എൻ്റെ പിഴയേറ്റു ചൊല്ലിടുവാൻ നുറുങ്ങിയ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ, ഒന്നു നോക്കാതെ പോകരുതേ.